ഇതെങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളത് കേൾക്കാത്ത പോലെ 4 പ്രാവശ്യം അതേ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റണത്? 4 പ്രാവശ്യമാണ് കൂട്ടുന്നത്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും ഇത്ര % കുറയ്ക്കുമെന്നും പറഞ്ഞൊരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യമാണ് ഇത് കൂട്ടിയത്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. About the details of that committee, I said about the inflationary pressure on the state economy. You know that backbone of our economy is the remittance from the Gulf. Since Gulf War started for the last 2 months, it affected a lot on our economy. Second thing, 4 times the government of India increased the oil prices. Since a consumer state, that price hike will affect Kerala very badly, because the trucks are coming from distant places to Kerala. Then they have to consume more diesels in a bigger price. And Kerala itself is inflation level number 1 in India, and the price rise number 1 in India. Now the price hike in the oil sector will put more inflationary pressure on the Kerala economy. The price rise may high. So we have presented this matter, this peculiar situation, before the government of India. That is our duty. Then I don't know the details of the committee formed to study on demographic shift, and I don't know the details. After studying the details, I will reply to you. Also, you had a meeting with Finance Minister today. So, what is the outcome of this meeting? At a meeting we have presented, it was a courtesy call. We have presented our cases initial. A full-fledged presentation will be held later on. What is your view on the issue of repeated paper leaks, especially in light of the NEET? So what is your view on the repeated paper leaks, and especially in light of the NEET paper leak, and also the issue being faced by CBSE class 12 students on the exam portal? What is your view on that? We have complained to the union government about 2 matters regarding the NEET examination and the CBSE marks. We have made complaints. As a chief minister, I have sent complaints to the concerned ministries. അല്ലല്ല, നമ്മളിതൊരു ഇനീഷ്യലായിട്ട് ഇത് പറയുന്നതല്ലേ, നമ്മളിങ്ങനത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷനൊക്കെ നമ്മൾ അടുത്തതിലല്ലേ നമ്മൾ നടത്താം. ഇതൊരു നിങ്ങൾക്കറിയാമല്ലോ, എന്നെക്കാൾ നന്നായിട്ട് ഇത് അറിയാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ടല്ലേ പോകുന്നത്. കേരള ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു ഇവിടെ ഡൽഹിയിൽ. താങ്കളുടെ ഗവൺമെന്റ് അത് തുടരാൻ മരിച്ച് നമുക്ക് ആലോചിക്കാം. ഇതെങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളത് കേൾക്കാത്ത പോലെ 4 പ്രാവശ്യം അതേ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഐ ഹവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റണത്? 4 പ്രാവശ്യമാണ് കൂട്ടുന്നത്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോഴും ഇത്ര % കുറയ്ക്കുമെന്നും പറഞ്ഞൊരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇത് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യമാണ് ഇത് കൂട്ടിയത്. അല്ലല്ല, വെയിറ്റ് ലെറ്റ് മീ കൺക്ലൂഡ് പ്ലീസ്. 4 പ്രാവശ്യം കൂട്ടി. ഇത് ഇനി നാളെ കൂട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇതിന് നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം വേണ്ടി, ഒരു തീരുമാനം എടുക്കുമ്പോൾ എത്ര രൂപയാണ് കൂട്ടിയിരിക്കുന്നത്, അത് കൺസ്യൂമറിന്റെ മീതെയുള്ള ഇമ്പാക്റ്റ് എന്താണ്, നമ്പർ 1. നമ്പർ 2, സ്റ്റേറ്റ് എക്സ്ചക്കറിൽ കൂടുതൽ പൈസ വരുമോ, എന്താണ് നമ്മൾ നോക്കണ്ടേ, പരിശോധിക്കണ്ടേ. ഒരു കണക്കില്ലാതെ എങ്ങനെ ഒരു തീരുമാനം എടുക്കണം? കൊട്ടക്കണക്കെടുത്ത് തീരുമാനം എടുക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം പറയട്ടേന്ന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലത്.
ഇപ്പൊ 7 രൂപ വർദ്ധിച്ചു. ഇതിൽ 2 രൂപ സംസ്ഥാന സർക്കാർ അധിക വരുമാനം വരിക. ഈ അധിക വരുമാനം ഒഴിവാക്കി 7 രൂപ അല്ലെന്നേ വർദ്ധിച്ചത്, അത് നിങ്ങൾ പഴയ കണക്കാണ്, ഒന്നുകൂടി വായിച്ചു നോക്ക്. അതിൽ കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാധാരണക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? പറഞ്ഞല്ലോ, മറുപടി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് പറ്റില്ലല്ലോ നമുക്ക്.